നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വെറും 5 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കവർ പാർലെ-ജി ബിസ്ക്കറ്റ് 2400 രൂപയ്ക്ക് വാങ്ങുന്നവർ ഉണ്ടാകുമോ? തീർച്ചയായും 2400 രൂപ കൊടുത്താൽ പോലും ചിലപ്പോൾ കിട്ടില്ലെന്നതാണ് സത്യം. യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും ഭാഗമായി കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗാസയിലാണ് ബിസ്ക്കറ്റിന് നമ്മുടെ നാട്ടിൽ ഈടാക്കുന്നതിന്റെ 500 ഇരട്ടി വില ഈടാക്കുന്നത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിലാണ് ഉയർന്ന വിലയെപ്പറ്റി വിശദീകരിക്കുന്നത്. തന്റെ മകൾക്ക് ഇത്രയും ഉയർന്ന വില നൽകി ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് വാങ്ങി നൽകിയെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. 2023 ശേഷം ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വൻ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. തങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിലേക്കുള്ള ഭക്ഷ്യലഭ്യത കാര്യമായി കുറച്ചിരുന്നു. പലപ്പോഴും സമ്പൂർണ്ണ ഉപരോധത്തിന് സമാനമാണ് ഗാസയിലെ അവസ്ഥയെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യാവശ്യ വസ്തുക്കളുമായി പരിമിതമായ എണ്ണം ട്രക്കുകളെ മാത്രമേ അതിർത്തി കടക്കാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നുള്ളൂ. ഗാസയിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് നൽകാതെ ഹമാസ് പിടിച്ചെടുക്കുന്നുവെന്നും അതിനാൽ തങ്ങൾ ഭക്ഷ്യവിതരണം ഉൾപ്പെടെ പരിമിതപ്പെടുത്തുന്നു എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസയിലേക്ക് സൗജന്യമായി വിതരണം ചെയ്യാനെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും അർഹതപ്പെട്ടവർക്ക് നൽകാതെ ഇല്ലാത്ത ക്ഷാമമുണ്ടാക്കി വൻ വിലയ്ക്ക് മറിച്ചു വിൽക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് ചില ഗാസ നിവാസികൾ പറയുന്നത്. ഓരോ പ്രദേശത്തെ അനുസരിച്ച് സാധനങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാകും. എങ്കിലും 5 രൂപയുടെ ഒരു കവർ ബിസ്ക്കറ്റ് 2000 രൂപയിൽ കുറഞ്ഞ് എങ്ങു നിന്നും കിട്ടില്ലെന്നും അവർ പറയുന്നു. എക്സ്പോർട്ട് പാക്കറ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പാക്കറ്റുകളിൽ വിലയെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല. അതിനാൽ തോന്നിയ പോലെ വില ഈടാക്കാനും കഴിയും.